ഹായ് ഓൾ, വെൽക്കം ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PSC എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു PSC ആസ്പിറൻ്റ് ആദ്യമായിട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എക്സാമിൻ്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അത് കേരള PSCയുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ചിലർ ചോദിക്കാറുണ്ട്, പ്രിൻ്റ് ഔട്ട് ഫോണിലുണ്ട്, ലാപ്പിലുണ്ട്, അത് മതിയോ എന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു സജഷൻ പ്രിൻ്റ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടാൻ പ്രിൻ്റ് ഔട്ട് തന്നെ വേണം. ഒരു ടോപ്പിക് കവർ ചെയ്ത് പോകുമ്പോൾ ആ പ്രിൻ്റ് ഔട്ടിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് പോകാമല്ലോ. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു വലിയ കാര്യം ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇനി എന്തുമാത്രം പഠിക്കാനുണ്ടെന്ന് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയുണ്ടാവും. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നതിനെക്കുറിച്ച് പറയാം. ഓരോ എക്സാമിൻ്റെ സിലബസ് നോക്കിയാൽ അറിയാം, ഇംഗ്ലീഷും മലയാളവും മാത്സും വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആണെന്ന്. അത് ഡെയിലി പഠിക്കണം. അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും അപ്ഡേറ്റായി പോകണം. ഡെയിലി ഒരു ന്യൂസ് പേപ്പർ വായിക്കണം. അതിൽ നിന്നും സ്വന്തമായിട്ട് നോട്ട്സ് എഴുതി പഠിക്കണം. അതാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല ടിപ്പ്. സിലബസിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ടോപ്പിക്സ് പഠിക്കാൻ നമ്മൾ അതിൽ തന്നെ മാർക്കിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട് ഓരോ സബ്ജക്ട്സും പഠിച്ചു തുടങ്ങണം. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തുമാത്രം നമ്മുടെ ഓർമ്മയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നെഗറ്റീവ്സ് കുറയ്ക്കാനും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എന്തുമാത്രം പഠിച്ചെന്നുള്ളതിനകത്ത് കാര്യമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നതിനകത്താണ് കാര്യം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം SCERT NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. സിലബസ് പ്രകാരം ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള SCERT NCERT ചാപ്റ്റേഴ്സ് വായിച്ച് പോകണം. കാരണം PSCയുടെ ക്വസ്റ്റ്യൻസ് കൂടുതലും NCERT SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്നതിനോടൊപ്പം തന്നെ SCERT NCERT ടെക്സ്റ്റ് ബുക്കും വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് PSC തുടക്കക്കാർ പഠിച്ചു തുടങ്ങേണ്ടത്. അത്യാവശ്യം ഒരു ബേസ് ആയി കഴിഞ്ഞതിന് ശേഷം ഡെയിലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നെഗറ്റീവ്സും കുറയ്ക്കാൻ പറ്റും. നമ്മൾ പഠിച്ചതിനകത്ത് മാത്രം കാര്യമില്ല, എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ റാങ്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് PSC ബിഗിനേഴ്സിനോട് പറയാനുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പോൾ ഈ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമായിട്ട് മാറട്ടെ. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ ആൻഡ് താങ്ക് യു.